കെട്ടും കിടക്കൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാന്നല്ലേ, ഞങ്ങൾ നാട്ടിൽ വിഷു ആഘോഷമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഷിറ്റുവിൻ്റെ കൂടെ ഞാൻ മഹാരാഷ്ട്രയിലോട്ട് പോവാം കേട്ടോ. കുറച്ച് നാളത്തെ ലോങ് ഡിസ്റ്റൻസിന് ശേഷം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ വരുന്ന ആനിവേഴ്സറിക്ക്, ഫസ്റ്റ് ഇയർ ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് ഒരുമിച്ചുണ്ടാവണം എന്ന് കേട്ടോ. അതെന്തായാലും സഫലമായി. കാരണം ഞാൻ ജിട്ടുവിൻ്റെ കൂടെ തിരിച്ച് മഹാരാഷ്ട്രയ്ക്ക് പോവാണ്. എന്നെ കയറ്റിവിടാൻ വേണ്ടിയിട്ട് ഇതാ ഈ പട്ടാളക്കണ എല്ലാം ഉണ്ട്. അഞ്ചേ ചേച്ചി, പിന്നെ ഏട്ട, പിന്നെ തൃശ്ശൂർ അമ്മയും കൊണ്ട് പോയി വന്നിട്ട് അപ്പം തന്നെ ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കാതെ സ്റ്റേഷനിലേക്ക് വരിക ചെയ്തിട്ടോ. ഞങ്ങളുടെ കൂടെ അജയ്, അരുവോട്ട, 4 പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് അപ്പോഴാണ് എനിക്ക് റിയാലിറ്റി മനസ്സിലായത്. ഞാൻ ഇവരെയൊക്കെ കയറ്റുക, അരുവോട്ടയാണെങ്കിലും അക്ഷയട്ടയാണെങ്കിലും ഒക്കെ ഇവരെയൊക്കെ പറഞ്ഞയക്കും, ഷിറ്റൂനെ ആണെങ്കിലൊക്കെ പറഞ്ഞയക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കാരണം അവർ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവില്ലേ, ആരുമില്ല. കാരണം എനിക്ക് എല്ലാവരും കൂടി ഇരിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് കസിൻസിൻ്റെ കൂടെയും എൻ്റെ ഏട്ടയുടെ കൂടെയും. ഏട്ടയൊക്കെ എനിക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര മിസ്സിങ് ആയിരിക്കും കേട്ടോ. ഷിറ്റു അതെ, ഇപ്പോൾ ഏട്ട പോകുന്നതിനൊപ്പം തന്നെ അതേ ഇതിൽ ഉള്ളത് എനിക്ക് ഷിറ്റു പോകുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷിറ്റുവിൻ്റെ കൂടെ എനിക്ക് പോകാൻ പറ്റിയല്ലോ, ലോങ് ഡിസ്റ്റൻസ് നിന്ന് കുറച്ചൊരു മാറ്റം വന്നല്ലോ എന്നൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ ട്രെയിനൊക്കെ വന്നവരെന്നെ കയറ്റി വിട്ടു കേട്ടോ. AC കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു, സുഖിച്ചിട്ടൊക്കെയാണ് പോയത്. പക്ഷേ ഫുഡ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. ട്രെയിനിലെ ഫുഡൊന്നും എനിക്ക് പിടിച്ചില്ല. എല്ലാവരും എന്നോട് പറഞ്ഞു ട്രെയിനിലെ ഫുഡ് കഴിക്കണ്ടെന്ന് കേട്ടോ. സത്യമായിട്ട് ഒരു വസ്തുവിനെ കൊള്ളില്ല, ഈശ്വര. അങ്ങനെയല്ല, എന്നാലും അത്യാവശ്യം 24 മണിക്കൂറിലെ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. ഒട്ടും ക്ഷീണമായിട്ട് തോന്നിയില്ല, കാരണം ഷിറ്റു കൂടി ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ സോലാപ്പൂരിലെത്തി. എത്തിയിട്ട് ഞാൻ പറയുന്നു എനിക്ക് നല്ല ക്ലിപ്സ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഷിറ്റു പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉള്ള ക്ലിപ്പൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് റൗഫും നിഷാദും കൂടി ഞങ്ങളെ പിക്ക് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ റൂമിലേക്ക് എത്തിയിട്ടോ.